രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവാം. തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ ജയിച്ചു, ഞങ്ങൾക്ക് ജയം ഉണ്ടായില്ല, അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമായി എന്നൊക്കെ ഉള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യത്തിലുള്ള പൊതു താല്പര്യവും നടത്തേണ്ട കാര്യങ്ങളുമൊക്കെ ഇത് പറഞ്ഞിട്ട് ഒഴിയാൻ പാടില്ല. എന്തിനാ ഇത് പറയുമ്പോഴുള്ള സംശയം, ഞാനിപ്പം ഗവൺമെൻറ് സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ അതിനപ്പുറം വിമർശനം പറയാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഇത്രയും ആദ്യം പറയുന്നത് എന്താ, ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ആ മുൻകൂർ ജാമ്യം വളരെ വലിയൊരു നിയമപണ്ഡിതനായ ഒരു വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെ ഒരാളാണ് ശ്രീ എ കെ ആന്റണി ഞാൻ കരുതുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം എടുക്കുന്ന എപ്പോഴാണ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നറിയുന്ന പോലെ എന്ന് പറയുന്ന പോലെ മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും ചെറിയൊരു മനുഷ്യനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹത്തെ അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ സാധാരണ രീതി പറയുകയാണെങ്കിൽ പറയാം, ഗവൺമെൻറ് 5 ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ആ ഗ്യാരണ്ടി ഒന്നും നടപ്പിലാക്കാതിരിക്കാനുള്ള പരിപാടി, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്ന തെറ്റായ കാര്യം പറയുന്നത് വേണം എനിക്ക് പറയാം. ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാനോ ശ്രീ എ കെ ആന്റണിയെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കണക്കുകളും കാര്യങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും എല്ലാ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിനും ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൊതുവെ സംരക്ഷിക്കണം, സത്യമായി കാര്യങ്ങൾ പറയണം.